വീട്ടിൽ പൊറാട്ടയൊക്കെ ബാക്കി വരുന്ന സമയത്ത് കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടാട്ടോ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു പൊറാട്ടയിലേക്കുള്ള അളവാണ് ഒരു മുട്ടയും അതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഒരു പാൻ വെച്ച് ചൂടായിട്ടിരിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത പൊറാട്ടയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് ഒന്ന് സോഫ്റ്റാക്കി എടുക്കാൻ കേട്ടോ. തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഒന്ന് സോഫ്റ്റാക്കി എടുക്കുക. ചെറിയ തീയിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും കേട്ടോ. എന്നിട്ട് ഒരു ഭാഗത്തായിട്ട് ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. മുട്ടയൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികളെ പറ്റിക്കാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പിസ്സ എന്നൊക്കെ പറയാം. അതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോ ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം മതി, 5 മിനിറ്റ് തന്നെ മുഴുവൻ വേണ്ടി വരില്ല കേട്ടോ. ആ ചീസ് മെൽട്ടാവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ആ ചൂടോടുകൂടെ തന്നെ കഴിക്കണം കേട്ടോ. അടിയിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു ക്രിസ്പിനെസ്സും മുകളിൽ ഈ ഒരു ചീസിൻ്റെയും മുട്ടയുടെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. കുട്ടികളെ പറ്റിക്കാനും അവർക്ക് ഈവനിങ്ങിൽ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയ റെസിപ്പിയായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. താങ്ക്